എടാ നിങ്ങൾക്ക് ഇതിന് എന്തോന്ന് കഴിക്കാൻ വേണം? എനിക്കൊരു വാസം മന്തി മതി. വാസം മന്തിയാ? ഇങ്ങോട്ട് കയറി വന്നപ്പോ അവിടെ എഴുതി ഒട്ടിച്ച് വെച്ചേക്കുന്നു. എടാ അത് ആൾക്കാർ എഴുതി ഒട്ടിച്ചതിന്റെ റിവ്യൂ ആണ്. മന്തി കൊള്ളാന്നാണ് അതിന്റെ അർത്ഥം. ഫുൾ പിസ്സ, 2 ബർഗർ, 2 ബ്രോസ്റ്റഡ്. Sir, anything else? ഇനഫ്. Sir, your order. എനിക്ക് പറഞ്ഞത് മതി. What, sir? 1 പ്ലേറ്റ് ഇനഫ് എന്ന്. എടേ ഇനഫ് എന്ന് പറഞ്ഞാൽ ഇനിയൊന്നും വേണ്ട മതിയെന്നാണ്, അല്ല തിന്നാനുള്ള സാധനം അല്ല അത്. അതൊക്കെ എനിക്കറിയാം. എനിക്കൊരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് എടുക്കണം. എന്നാ പഴയ മോഡലാണെങ്കിൽ പൊസിഷൻ PRA കാട്ടിയും കൊള്ളാം, പൊസിഷൻ പ്ലൂസ്. പാഷൻ പ്രോയേക്കാളും കൊള്ളാം, പാഷൻ പ്ലസ് എന്നാണ് അവൻ പറഞ്ഞത്. വണ്ടിയും കുണ്ടിയൊക്കെ പിന്നെ ഇപ്പൊ നേരെ ബാറിൽ പോയി സാധനം എടുക്കാം. അത് പറഞ്ഞപ്പോഴാണ് ഇന്നലെ ഞാൻ ബാറിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ എഴുതി വെച്ചേക്കുന്നു വില കുറഞ്ഞ പിന്തി ചോദിച്ചു വാങ്ങുകയാണ്. അതെന്താണ് ഈ പിന്തി? എന്റെ പൊന്നുമണ്ട, അത് പിന്നെ കടാ പൈന്റ്. ഏത് സാധനം എടുത്താലും കൊള്ളാം, നാട്ടിലെല്ലാ സാധനം നോക്കി എടുക്കണം, വീട്ടിൽ കയറാനുള്ളത്. നാട്ടത്തിന്റെ കാര്യം നിങ്ങൾ ആരും പേടിക്കണ്ട. എന്റെ അളിയൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നൊരു സൂപ്പർ സ്പ്രേ ഉണ്ട്, തൊലിപ്പ്. എടാ തൊലിഞ്ഞവനെ, അതിന്റെ പേര് തൊലിപ്പെന്നല്ല, ടൂലിപ്പെന്നാണ്. എനിക്ക് വായിക്കാൻ അറിഞ്ഞൂടാ, സമ്മതിച്ചു. ഇനി നീ വാ തുറക്കരുത്. ഇവൻ വാ തുറക്കാതിരിക്കണമെങ്കിൽ ഞാനൊരു ഐഡിയ പറയാം. എനിക്ക് വളരെ ഉപകാരം. ബാറിൽ പോയി 2 അടിച്ചോണ്ട് നമുക്കൊരു സിനിമയ്ക്ക് കയറിയാലോ? എന്നാ നമുക്ക് മോഹൻലാലിന്റെ ഇംഗ്ലീഷ് സിനിമ കാണാൻ പോവാം. മോഹൻലാലിന്റെ ഇംഗ്ലീഷ് സിനിമ ഇപ്പൊ തിയേറ്ററിൽ കിടന്ന് ഓർമ്മത് ഡയാലി ഫോർ ഷവൽ സ്റ്റീമി. എടാ കഴിപ്പണം കെട്ടവനെ, പഠിക്കാൻ വിട്ട സമയത്ത് 4 അക്ഷരം പഠിക്കാതെ വല്ല അണ്ടിമരത്തിലും തൂങ്ങി നടന്നാ ഇങ്ങനെ ഇരിക്കും. അണ്ടിമരം? ഓ പറഞ്ഞാണ്ടിമരം. പറഞ്ഞ സിനിമ നിനക്ക് മനസ്സിലായോ? ഓ നിങ്ങൾ അവിടെ നിന്നും പോയി. അണ്ണാ സിനിമയൊന്നുമല്ല, മറ്റേ പോസ്റ്ററിന്റെ മോളിൽ ഒട്ടിക്കൂലേ ഈ സമയത്തിന്റെ കണക്കൊക്കെ. ഡെയിലി 4 ഷോസ് ടൈം, അതാണ് അവന്റെ ഡയാലി ഫോർ ഷവൽ സ്റ്റീമി.